വിഷ്വൽ ഡയറി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന റിവ്യൂ വിപിൻ ദാസ് എന്ന് പറയുന്ന ഒരു പുതുമുഖ സംവിധായകൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. അദ്ദേഹം 3 സിനിമ ഇതിന് മുന്നേ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ്. അതിൽ ആദ്യത്തെ പടം മുത്തുഗൗ, അതിനുശേഷം അന്താക്ഷരി, അതിനുശേഷം ജയ് ജയ് ഹോ. എനിക്ക് തോന്നി ഈ 3 സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ള പടം ജയ് ജയ് ഹോ ആണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടം അന്താക്ഷരി എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ സിനിമ കാണണം. അത് കൊറോണയുടെ ഒക്കെ ഒരു ടൈമിൽ OTT റിലീസ് ആയിരുന്നതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം 4ാമതായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനട. വിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള സിനിമകളിലൊന്നും അത്ര വലിയ താരനിരകളൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഒരു വലിയ താരത്തിന് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതാണ് ശരിക്കും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഞാൻ ഇന്നലെ രാത്രി 9:15 ഷോയ്ക്കാണ് ഷാർജ വെച്ചിട്ടാണ് ഈ സിനിമ കാണാൻ പോയത്. ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. ഹൗസ്ഫുൾ ആയിരുന്നു തിയേറ്റർ. അത് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമകൾ ഹൗസ്ഫുള്ളായിട്ട് പുറം രാജ്യങ്ങളിലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നലുണ്ട് ഒരു സിനിമാ സ്നേഹി എന്നുള്ള നിലയിൽ എനിക്ക്. അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ 2 അളിയന്മാരുടെ കഥ എന്ന് വേണമെങ്കിൽ ആ സിനിമയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പൃഥ്വിരാജിന്റെ അനിയത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായിട്ടാണ് ബേസിൽ അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രം ഉള്ളത്. അപ്പൊ ബേസിലും അതുപോലെ തന്നെ പൃഥ്വിരാജും തമ്മിൽ ഒരു വളരെ രസമുള്ള ഒരു കോംബോ ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും പിന്നെ പൃഥ്വിരാജിന്റെ പെർഫോമൻസും ആണ്. ബേസിലിനെ നമ്മൾ അങ്ങനത്തെ റോളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ പൃഥ്വിയുടെ കയ്യിൽ നിന്ന് നമ്മൾ അങ്ങനത്തെ റോളുകൾ ഇതുവരെ അധികം കണ്ടിട്ടില്ല. ഇതുവരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് പൃഥ്വി ഇതിൽ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്കെന്നല്ല, സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും പൃഥ്വിയുടെ റോള് ഭയങ്കര അടിപൊളിയായെന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ കഥയിലേക്ക് മടങ്ങി വരാണെങ്കിൽ പൃഥ്വിയുടെ അനിയത്തി, അതായത് അനശ്വര രാജൻ ചെയ്യുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിനെ കല്യാണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന ഒരാളാണ് ബേസിൽ. അങ്ങനെ ബേസിൽ ഈ കുട്ടീനെ കല്യാണം കഴിക്കാൻ വരുന്നതും അതേ തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങളും ബേസിലിന്റെ പഴയ പൂർവ്വ കാമുകിയും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് എൻജോയ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് ഈ സിനിമയുടെ ആദ്യ പകുതി. 2ാമത്തെ പകുതിയിലേക്ക് പോകുമ്പോൾ സിനിമ വളരെ എൻഗേജിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ എവിടെയൊക്കെയോ പടം ഒന്ന് താന്ന് ഒന്ന് കയറി പോകുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ പല സീനുകളും ഒരു മനഃപൂർവ്വമായിട്ട് കോമഡി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം പോലെ തോന്നി. അതിലിപ്പോ എക്സ്പെഷ്യലി യോഗി ബാബുവിന്റെ ആ ക്യാരക്ടറൊക്കെ എന്തിനായിരുന്നു എന്നുള്ളതൊക്കെ ശരിക്കും ഒരു ചോദ്യമായിട്ടാണ് എനിക്ക് സത്യത്തിൽ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനത്തെ ഒരു റോളിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. പിന്നെ സിനിമയുടെ സംഗീതം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ അജു വർഗീസ് പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയൊരു പാട്ട്. ആ സിനിമ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മൂളിക്കൊണ്ടേ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സാധനമാണ് അത് വളരെ രസമായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് സിനിമ ഇങ്ങനെ സഞ്ചരിച്ച് ക്ലൈമാക്സിലേക്ക് എത്തൂല. എത്തുമ്പോൾ കുറെ നെസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ നമ്മൾ വിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടർ നമുക്ക് എറിഞ്ഞു തരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് വർക്കായിട്ട് കൊണ്ടിട്ടാണ്. ചിലത് നമുക്ക് ഈ സ്പൂഫ് പോലെ ആയിപ്പോവും, ചിലത് ഇത് അങ്ങനെ അല്ലാതെ വളരെ രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ രസമായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ സിനിമ എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതായത് ആവറേജിന് ഒട്ടും താഴെയല്ല, എന്നാൽ ഒരു സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരു കിടു എന്നൊന്നും പറയുന്ന സിറ്റുവേഷനിലേക്ക് എനിക്ക് സിനിമ എത്തിയതുമില്ല. ഫസ്റ്റ് ഹാഫ് പോയിരുന്ന ആ ഓളത്തിൽ തന്നെയാണ് സെക്കൻഡ് ഹാഫ് പോയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ബമ്പർ സൂപ്പർ ഹിറ്റ് എന്നുള്ളൊരു ലെവലിൽ എനിക്ക് പറയാൻ പറ്റാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമ എന്തായാലും സൂപ്പർ ഹിറ്റ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ബുക്കിങ്ങും ഈ സിനിമയുടെ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമ ഏകദേശം ഒരു ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ ഈ സിനിമ എന്തായാലും സാമ്പത്തികമായിട്ട് അവർക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ഈ മെയ് മാസങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മലയാളി ഫ്രം ഇന്ത്യ, പെരുമാനി എന്ന് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന പൃഥ്വിയും ബേസിൽ നിഖില അനശ്വര രാജൻ അഭിനയിച്ചിട്ടുള്ള ഈ ഒരു സിനിമ. എനിക്ക് തോന്നുന്നു നിഖിലയുടെ ക്യാരക്ടർ അതുപോലെ തന്നെ അനശ്വരയുടെ ക്യാരക്ടറൊക്കെ നല്ല രസമുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതായത് ഒരു നായകന്റെ ബാക്കിൽ ഒളിഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഒന്നല്ല, പക്ഷെ അവർക്ക് ചെയ്യാനുള്ളത് വളരെ എവിഡന്റ് ആയിട്ട് അവർ ചെയ്തിട്ടുമുണ്ട്. എനിക്കതുകൊണ്ട് തന്നെ നമ്മൾ പറയാലോ, നമുക്ക് അഭിനയിച്ച ആരെയും നമുക്ക് മോശമായിട്ട് പറയാനില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഗുരുവായൂർ അമ്പലനടയിൽ തോന്നിയത്. അപ്പൊ സിനിമ കാണാത്തവർക്ക് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബസമേതം പോയി നിങ്ങൾക്ക് ഒരു സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി സിനിമയാണ്
ഈ പറയുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ. എന്നാൽ ഒരുപാട് സിനിമകൾ കണ്ട് മറന്നു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എബോവ് ആവറേജോ അല്ലെങ്കിൽ ഒരു ആവറേജോ ആയിട്ടോ തോന്നാനുള്ള സാധ്യതയും ഉണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലും പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജയ ജയ ഹേ ആണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഹ്യൂമറസ് സിനിമയായിട്ട് എനിക്ക് തോന്നിയത്. അതിന്റെ തട്ട് എപ്പോഴും താന്നു തന്നെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു റിവ്യൂവിൽ കൂടെ കാണാം.